നാരായണ നാരായണ നമോ നാരായണായ നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ഓം വിഷ്ണവേ നമ. ഓം വിശ്വസ്മൈ നമ. ഓം ഓം ഗംഗണപതേ നമ. ഓം ഗുരുഭ്യോ നമ. ഓം സരസ്വത്യേ നമ. ഓം വ്യാസായ നമ. ഓം നമ ശിവായ. ശ്രീ ദക്ഷിണാമൂർത്തേ നമ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം മാഹാത്മ്യം നമ്മൾ പറഞ്ഞു വെച്ചു. പത്മപുരാണത്തിലെ 6 അധ്യായം, 500-ലധികം ശ്ലോകങ്ങൾ. ഇനി ഒന്നാമത്തെ സ്കന്ധം മുതൽ ഒന്നാമത്തെ ശ്ലോകം മുതൽ നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണ്. ശ്രദ്ധയോട് കൂടിയിട്ട് ആരാണോ ഭാഗവതത്തെ ആശ്രയിക്കുന്നത് അവർക്ക് ഇഹസുഖവും മുക്തിയും കിട്ടും. നാമപുരാണമാണ് ഭാഗവതം. ഭക്തിയാ ഭാഗവതം ജ്ഞേയം. ഭക്തിയോട് കൂടിയിട്ട് ഭാഗവതത്തെ അറിയണം. നമ്മുടേതെല്ലാം ഹരിക്കുന്നതായിട്ടുള്ള ഭഗവാനാണ് ഹരി. ഭക്തിയാ ഭാഗവതം ജ്ഞേയം ഭക്തിയാ യുക്തിയാ ച ഭാരതം ഭക്തിയാ യുക്തിയാ വിഭക്തിയാ ച ജ്ഞേയം ഭാഗവതം. ഭക്തിയാ യുക്തിയാ വിഭക്തിയാ ച ജ്ഞേയം രാമായണം സ്മൃതം. അപ്പോൾ ഭക്തി മാത്രമേ വേണ്ടൂ ഭാഗവതത്തിന്. പക്ഷെ അത് കിട്ടാത്ര എളുപ്പമല്ല. എളുപ്പമെന്ന് വിചാരിക്കുന്ന ഒരു സാധനം വളരെ ഞെരുക്കമാണ് കിട്ടാൻ എന്നുള്ളത്. കുറച്ച് ഭക്തി കിട്ടാൻ വളരെ എളുപ്പമാണ്, പൂർണ്ണ ഭക്തി കിട്ടാൻ എളുപ്പമല്ല, അല്ലെങ്കിൽ സാധ്യമല്ല എന്ന് തന്നെ പറയട്ടെ. ജ്ഞാനം ഒരുപക്ഷെ ഭഗവാൻ പൂർണ്ണമായിട്ട് തന്നോളും, തരില്ല എന്ന് ഉറപ്പില്ല. ജ്ഞാനത്തിൻ്റെ ഒരു ഭാഗമാണ് ഭക്തി എന്നതുകൊണ്ട് ജ്ഞാനം പൂർണ്ണമായി കഴിഞ്ഞാൽ ഭക്തി കിട്ടും, അതില്ല എന്ന് പറയണില്ല. പക്ഷേ എങ്കിലും കേവലയാ ഭക്തിയ ആണ് ഭാഗവതത്തെ ആശ്രയിക്കുന്നതെങ്കിൽ ജ്ഞാനം ഭഗവാൻ തരുകയും ചെയ്യും. അപ്പോൾ അതിലൊരു പ്രത്യേക രീതിയിലാണ്. ഇത് രണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് കർമ്മയോഗം ചെയ്യൂ എന്ന. ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, 3 യോഗങ്ങളാണ് ഭഗവാങ്കിൽ എത്താനുള്ളത്. കർമ്മയോഗം എന്നുള്ളത് നമ്മൾ വർണ്ണാശ്രമ ധർമ്മപ്രകാരം പ്രായത്തിനും കുലത്തിനും അനുസരിച്ച് ആണ്, പെണ്ണ്, കുട്ടി, വലിയാൾ, മുത്തശ്ശൻ അവരവരുടേതായിട്ടുള്ള ധർമ്മങ്ങളെ ചെയ്യുക. അപ്പോൾ കുലധർമ്മങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. എല്ലാവരും ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ അതാത് പ്രായത്തിനും കുടുംബ അതിനനുസരിച്ച് ചെയ്യുക തന്നെ വേണം. ആദിത്യം, അംബികാം, വിഷ്ണു, ഗണനാഥം, മഹേശ്വരം ഇവരെ നിർബന്ധമായിട്ടും രാവിലെ ഒരു സൂര്യപ്രകാശം കാണുന്നതിന് മുന്നേ തന്നെ കുളിച്ചു വന്ന് എന്നാണ് നിയമം. അല്ലെങ്കിൽ 3-ാമത്തെ യാമം കഴിഞ്ഞ് 4-ാമത്തെ യാമം കുളിച്ച്, കുറച്ച് വലിയവരൊക്കെയാണ് ചിലത്തെ കാര്യമാണ്. അത്രയും ഉപാസന വേണം. പഞ്ചയജ്ഞം ചെയ്യണം. അതേപോലെ തന്നെ പഞ്ചമഹാപാപങ്ങളെ ഇല്ലാണ്ടിയാക്കാനാണ് ഇത് ചെയ്യുന്നത് എന്ന് കടമ, കർത്തവ്യം ഈ ഒരു ബോധത്തിൽ ചെയ്യുക തന്നെ വേണം. ഇത് ഞാൻ തന്നെ ചെയ്യണം, നിർബന്ധ. ഞാൻ ഊഴഴിക്കില്ലേ, ഞാൻ ഉറങ്ങണില്ലേ, അതേ കൂട്ടത്തിൽ തന്നെ അത് കണക്കാക്കിയിട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ആയാലേ ഭാഗവതം എടുക്കാൻ കിട്ടുള്ളൂ. പ്രാതർദ്യൂതപ്രസംഗേന മധ്യാഹ്നേ സ്ത്രീപ്രസംഗത രാത്രൗ ചൗര്യപ്രസംഗേന കാലോ ഗച്ഛതി ധീമതാഹ എന്നാണ്. കുട്ടിക്കാലത്ത് ഭാരതത്തെ വായിക്കണം, രക്ഷിതാക്കളും വായിക്കണം, കുട്ടികളും വായിക്കണം. അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ വായിക്കണം. സംസ്കൃതമോ മലയാളമോ ഇംഗ്ലീഷോ എന്നുള്ളതല്ല, അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ. പദ്യമായാലും വേണ്ടില്ല, ഗദ്യമായാലും വേണ്ടില്ല. പദ്യത്തിന് ഇതൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കുന്നത് വലിയ അബദ്ധമാണ്. അത് അങ്ങനെ പറയുന്നതാണ് തെറ്റ്. പദ്യത്തിൽ എഴുതാനുള്ള കാരണം എളുപ്പം ഓർമ്മിക്കാൻ പറ്റും പദ്യമാകുമ്പോൾ. കഥയാകുമ്പോൾ കഥ മാത്രമേ കിട്ടുള്ളൂ. കുറേ തത്വങ്ങൾ കിട്ടുമായിരിക്കാം, പക്ഷേ എങ്കിലും. അപ്പോൾ ഗദ്യത്തിനേക്കാൾ കൂടുതൽ ഓർമ്മിക്കാൻ എളുപ്പമാണ് വിചാരിച്ചിട്ടാണ് പദ്യമാക്കിയത്. അതേപോലെ തന്നെ മറ്റു കാരണങ്ങളുണ്ട്. സപ്തധാതു നിർമ്മിതമായിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ അത്
ശബ്ദ ഉച്ചാരണം ഇന്ന രീതിയിൽ ആയിക്കഴിഞ്ഞാൽ എന്ന് നിയമമൊക്കെ ഉണ്ട്. അതൊക്കെ അനുസരിച്ചാണ് ഈ പുരാണങ്ങളൊക്കെ എഴുതിയത്. വേദവും അതുപോലെ തന്നെയാണ്. എല്ലാം ഭഗവാന്റെ ഭാഷയാണ്. അതിൽ ഭാഗവതത്തിന് കുറച്ചധികം പ്രാധാന്യം. കാരണം എല്ലാ അറിവിൻ്റെയും എക്സ്ട്രാക്റ്റഡ് എസൻസാണ് ഈ സർവസാരം ആണ് ഭാഗവതം. അപ്പോൾ അത് കൈകാര്യം ചെയ്യുമ്പോഴും ലേശം മനസ്സിരുത്തണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ റിട്ടേൺ അടിച്ചുകൂടായില്ല. അപ്പം അങ്ങനെ വരരുത്. പ്രത്യേകിച്ച് ഭഗവാൻ പറയണു, സകാമഭക്തി ആയാലും നിഷ്കാമഭക്തി ആയാലും എനിക്ക് വിരോധമൊന്നുമില്ല. സകാമഭക്തി ആകുമ്പോൾ ലേശം അധികം വേണ്ടി വരും മുക്തി കിട്ടാനായിട്ട്. നിഷ്കാമഭക്തി ആകുമ്പോൾ കുറച്ച് വേഗം കിട്ടും. അത്രയേ ഉള്ളൂ. ലോകം നിലനിൽക്കാൻ നിങ്ങൾ സകാമഭക്തിയോട് കൂടിയിട്ട് എന്നെ ഭജിച്ചോളൂ. സർവ്വദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ആരെ വേണിച്ചാൽ ഉപാസിച്ചോളൂ. അതൊക്കെ ഞാനായിട്ട് കണ്ടുകൊണ്ട് കാളി ഭഗവാൻ വിഷ്ണു ആണ് എന്ന് വിചാരിക്കാം. ശിവൻ ഭഗവാൻ വിഷ്ണു ആണ് എന്ന് വിചാരിക്കാം. അന്യദേവതാ ഭജനം അങ്ങനെ ഒരു കുഴപ്പം വരില്ല. നമുക്കതൊക്കെ വലിയ പേടിയാണേ. അപ്പോൾ അത് പേടിക്കണ്ട. ഭഗവാന്റെ ഇന്ന ഭാഗങ്ങളിൽ, ഇന്ന ശരീരത്തിൻ്റെ ഇന്ന ഭാഗങ്ങളിൽ, കയ്യിൽ ഇന്ദ്രൻ, കാലിൽ വിഷ്ണു, ഇങ്ങനെ മൂക്കിൽ അശ്വിനി ദേവന്മാർ, വലത്തെ കണ്ണിൽ സൂര്യൻ, ഇടത്തെ കണ്ണിൽ ചന്ദ്രൻ, ഭ്രൂമധ്യത്തിൽ അഗ്നി. വിഷ്ണുവും മുക്കണ്ണനാണ്, ഭഗവതി മുക്കണ്ണനാണ്, 3 കണ്ണുണ്ട്. ശിവനും മുക്കണ്ണനാണ്. നമുക്ക് വിഷ്ണുവിന് 3 കണ്ണുണ്ടെന്നൊക്കെ പറഞ്ഞാൽ കൊല്ലാനൊക്കെ വരും നമ്മളെ. അയാൾക്കൊന്നും അറിയില്ല എന്നും പറയും. ആയിക്കോട്ടെ, ഇത് കേൾക്കണവർ ഭക്തന്മാരായിട്ടുള്ള ഭാഗവതന്മാർ അതിനെ അങ്ങനെ തന്നെ വിശ്വസിച്ചോളാം. അതിൻ്റെ വഴി വേറെയാണ്. അങ്ങനെ ഒന്നും ഉണ്ടെന്ന് ധരിക്കാം. നമുക്ക് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം. ഭാഗവതത്തിൻ്റെ ആമുഖം പറയുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളും പറയാതെ കണ്ട് അങ്ങോട്ട് പോയാൽ പറ്റില്ല. അതുകൊണ്ടാണ് ചതുർബാഹു വിഷ്ണു സ്വരൂപമാണ് സാമാന്യേന ഭാഗവതത്തിൽ സ്മരിക്കേണ്ടത്. പ്രത്യക്ഷ കൃഷ്ണ ഏവഹി ആണ് എങ്കിലും. അതേപോലെ ശംഖ, ചക്രം, ഗദ, പത്മം, ശാർങ്കം എന്ന വില്ല്, വിദ്യാധരം, നന്ദകം എന്ന വാള്, അതേപോലെ പാശം, ഇങ്ങനെ ശംഖചക്ര, ഗദ, പത്മം, വാള്, പരിച, വില്ല്, അമ്പ്, പാശം. ഒരു ആയുധം കൂടിയുണ്ട്. അത് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇതിൽ കാണാനില്ല, എനിക്ക് നോക്കാതെ കണ്ട് ഒന്നും ഓർമ്മയില്ല. അതുകൊണ്ടാണ് ഇത് 8 ആവാനിട്ടല്ല. പക്ഷെ ഒരു മറവി ഉണ്ടാവുകൊണ്ട് കിട്ടുന്നില്ല. പോട്ടെ. പ്രജാപതി ഋഷി, ഗായത്രി ഛന്ദ, വാസുദേവ മഹാവിഷ്ണു ദേവത. ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന മൂലമന്ത്രമാണ് ഭാഗവതത്തിൻ്റെ മൂലമന്ത്രം. ഭാഗവതത്തിൻ്റെ മൂലമന്ത്രത്തിൻ്റെ ഛന്ദസ് പ്രജാപതി ഋഷി, ബ്രഹ്മപ്രജാപതി ഋഷി. ഗായത്രി ഛന്ദ, വാസുദേവ മഹാവിഷ്ണു ദേവത. അപ്പോൾ ഇവിടെ ഒരു ധ്യാനമുണ്ട്. ശംഖം ചക്രം ച ഗദാം ച പത്മം ച അഭിഭ്രതം ശുഭ്രതരാവഭാസം സ്ഫുരൽ കിരീടാദി യഥാർഹഭൂഷം ധ്യായേത് ഹരിം 12 വർണ്ണരൂപം. വർണ്ണം എന്നുള്ളത് 12 അക്ഷരങ്ങളാണ്. 12 നാമം, 12 അക്ഷരം, 12 അക്ഷരം. അതിന് വർണ്ണം എന്നാ പറയുക. അപ്പോൾ അതിൽ ചക്രമുണ്ട്, ശംഖുണ്ട്, ഗദയുണ്ട്, പത്മമുണ്ട്, ശുഭ്ര വസ്ത്രം, അങ്ങനെയാണ്. മാത്രമല്ല നല്ലോണം തെളിഞ്ഞു നിൽക്കുന്ന പ്രകാശം. കിരീടങ്ങൾ രത്നം പരിച്ചത്, രത്നങ്ങൾ പരിച്ചത്, അത് തെളിഞ്ഞു നിൽക്കണം, നല്ലോണം പ്രകാശത്തെ ചൊരിയണം. പിന്നെ മാല, വള, മോതിരങ്ങൾ, കടകം,
തോൾവള, പൊന്നരഞ്ഞാണം, പൊൻചിലമ്പ്, ഇങ്ങനെയുള്ള ദിവ്യമായിട്ടുള്ള ആഭരണങ്ങൾ, മയിൽപ്പീലി തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭഗവാൻ അങ്ങനെയാണ്. അങ്ങനെയുള്ള ഹരിയെ, ഈ ദ്വാദശ വർണ്ണരൂപനായിട്ടുള്ള ഭഗവാൻ ഹരിയെ ഞാൻ ഇതാ നമസ്കരിക്കുന്നു. അതേപോലെ അന്തര്യാമി ഋഷി ഗായത്രി ഛന്ദ വിഷ്ണുഹു ദേവത. ഓം വിഷ്ണവേ നമ, ഓം നമോ വിഷ്ണവേ. ഓം വിഷ്ണവേ നമ, ഓം നമോ വിഷ്ണവേ. 6 അക്ഷരമാണ്. 2 പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഓം വിഷ്ണവേ നമ എന്നാണ് ഉത്തമം. അങ്ങനെയാണ്. അപ്പോൾ ഭഗവാൻ സാക്ഷി രൂപത്തിൽ നമ്മുടെ ഹൃദയത്തിലുണ്ട്. അന്തര്യാമിയായിട്ട്, സാക്ഷിയായിട്ട് ഭഗവാൻ നമ്മുടെ ജീവൻ്റെ കൂടെയുണ്ട്. ആ ഭഗവാനാണ് ഈ ഭാഗവതത്തെ കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു രൂപം മനസ്സിലാവും. എന്തുകൊണ്ട് ഭാഗവതം എക്സ്ട്രാക്റ്റഡ് എസൻസ് ആയി? നമ്മൾ തന്നെയാണ് ഭാഗവതം ഉണ്ടാക്കിയത്, വിന്യാസം ചെയ്തത്, വ്യസിച്ചത്. അപ്പോൾ ആരാ ഭാഗവതം ഉണ്ടാക്കിയതാരാ? വ്യാസനാണ്. അപ്പോൾ ആ എഴുതിയതായിട്ടുള്ള ഭഗവാന്റെ വാക്ക് ഇതാണ്: ഞാനല്ല ഇത് എഴുതിയത്. ഭഗവാന്റെ വാക്കാണ്. ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നു, മനുഷ്യരുടെ ഹൃദയത്തിൽ വസിക്കുന്നു. അപ്പോൾ മനുഷ്യരാൽ കണ്ടുപിടിക്കപ്പെട്ടതാണ് ഓരോ വേദത്തിൻ്റെയും സാരം, ഓരോ പുരാണങ്ങളുടെയും സാരം. അതൊക്കെ കൂടി പരമഹംസന്മാരെ കൂട്ടിച്ചേർത്തു. അവർ പറഞ്ഞത് വ്യാസൻ കൂട്ടിച്ചേർത്തു. അത് ഭാഗവതമായി. അതുകൊണ്ട് ഇത് കണ്ടുപിടിച്ചതാരാ? അന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ ഋഷി എന്ന് പറഞ്ഞു. സാക്ഷിയാണ് കണ്ടുപിടിച്ചത്. ഗായത്രിയാണ് ഛന്ദസ്. അപ്പോൾ ദേവത വിഷ്ണുവാണ്. അപ്പോൾ അഷ്ടബാഹു ആയിട്ടുള്ള ഈ ഭഗവാൻ ഈ നമ്മുടേതായിട്ടുള്ള ജീർണിച്ച് കിടക്കുന്ന, ഓർമ്മയിൽ വരാത്തതായിട്ടുള്ള പല സാത്വികമായിട്ടുള്ള ഈശ്വര വിചാരങ്ങളെയും ഉണർത്തിത്തരും എന്നതാണ് ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം വിഷ്ണവേ നമ, ഓം ശ്രീകൃഷ്ണായ നമ, ഓം നമോ നാരായണായ. ഈ മന്ത്രങ്ങളെ ജപിക്കുമ്പോൾ കിട്ടുക നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള അത് നമുക്ക് കിട്ടും. ഇതിനു വേണ്ടിയിട്ട് ഭഗവാൻ 4 മൂർത്തി രൂപത്തിൽ വന്നു എന്നാണ്. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമ സംഘർഷണായ ച. മനോബുദ്ധിരഹങ്കാര ചിത്തങ്ങളുടെ അധിഷ്ഠാന ദേവതമാരായിട്ട് ചിത്തത്തിൻ്റെ വാസുദേവനും ബുദ്ധിയുടെ പ്രദ്യുമ്നനും അഹം എന്ന ആ തത്വത്തിൻ്റെ അധിഷ്ഠാന ദേവത സംഘർഷണമൂർത്തിയായിട്ടും മനസ്സിൻ്റെ അനിരുദ്ധനായിട്ടും മൂർത്തിവ്യൂഹം 4. അങ്ങനെ ഭഗവാൻ നമ്മെ ഈ ഭാഗവതത്തിലൂടെ ഭഗവാനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നയിക്കുന്നു. ഇത് ഭാഗവതത്തിൻ്റെ ആമുഖം. ഇപ്പോൾ യാതൊരു ഭഗവാനാണോ ഇപ്രകാരത്തിൽ നമ്മെ ഈ ഭാഗവതത്തിലേക്ക് എത്തിക്കുന്നത്, ആ ഭഗവാൻ നമുക്ക് ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട് ഭാഗവതമാണല്ലോ പറഞ്ഞു തന്നത്. ആ ഭാഗവതത്തിനും ഇതേപോലെ ദേവത, ഋഷി, ഛന്ദസ്സൊക്കെ ഉണ്ട്. ഇവിടെ ശ്രീനാരദ ഋഷി ബൃഹതി ഛന്ദ ശ്രീകൃഷ്ണ പരമാത്മാ ദേവത എന്നാണ്. ശ്രീനാരദ മഹർഷിയാണ് അതിൻ്റെ കണ്ടുപിടിച്ചത്, ഭാഗവതത്തെ കണ്ടുപിടിച്ചത്. അപ്പോൾ ബുദ്ധിയാണ്. ഇതിൽ ഛന്ദസ്സുകൾ മുഴുവൻ അനുഷ്ടുപ് വൃത്തമാണ്. അത് 24 അക്ഷരമാണ്. അതിലത്തെ ദേവതയെ കണ്ടുപിടിച്ചപ്പോൾ ഗായത്രിയാണ്, 24 അക്ഷരം. പക്ഷേ ഭാഗവതത്തെ മൊത്തമായിട്ട് കണ്ടുപിടിച്ചപ്പോൾ ഈ മൂർത്തി കൂടി ചേർത്ത് ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ 24-ഉം 4-ഉം 28-ഉം 4-ഉം 32-ഉം 4-ഉം, അപ്പോൾ 12 വ്യത്യാസം. 24-ഉം 12-ഉം കൂടിയിട്ടാണ് 36 കിട്ടുക. ഗായത്രിയുടെയാണ് കണ്ടുപിടിച്ചത്. ഓം നമോ ഭഗവതേ വാസുദേവായ ഗായത്രിയാണ്.
ഓം വിഷ്ണവേ നമ ഗായത്രിയാണ്. അപ്പോൾ 24 4 28. പിന്നെ മൂർത്തികൾ 4 എണ്ണം, 28 4 32. അഷ്ടബാഹുവായിട്ടുള്ള ഭഗവാൻ വിഷ്ണു, കൃഷ്ണൻ, വിഷ്ണു, വാസുദേവൻ. കൃഷ്ണൻ, വിഷ്ണു, വാസുദേവൻ. അടുത്ത ഭാഗം ഹരി. നമ്മുടെ എല്ലാം ഭഗവാൻ ഹരിക്കുക തന്നെ ചെയ്യും. പുണ്യവും പാപവും ഭഗവാൻ ഹരിക്കും. സാധാരണ എല്ലാവരും പാപം ഹരിക്കും, കർമ്മവാസന കൂടി ഇല്ലാണ്ടേക്കും എന്നേ പറയാറുള്ളൂ. ഭഗവാൻ പുണ്യം കൂടി എടുക്കും എന്നുള്ളത് മുക്തിക്കുള്ള കാരണമായിട്ട് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. എന്നാലേ നമുക്ക് മുക്തി കിട്ടുള്ളൂ. ബാക്കിയുണ്ടെങ്കിൽ അനുഭവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ജന്മം എടുക്കേണ്ടി വരും. മനുഷ്യനായിട്ടാണോ ദേവനായിട്ടാണോ അത് പറയാൻ സാധിക്കില്ല. അപ്പോൾ വലിയൊരു പ്രത്യേക രീതിയിലാണ് ഈ വൃത്തങ്ങളുടെ വിന്യാസം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് സാരം. ഗായത്രിക്ക് 24, അത് രോമത്തെ, തൊലിയെ രക്ഷിക്കണം. സപ്തധാതുക്കളിൽ ഒന്നാണ്. ഉഷ്ണിക്കിന് 28. ഗായത്രി, ഉഷ്ണിക്ക്, അനുഷ്ടുപ്പ്, ബൃഹതി, പങ്ക്തി, ത്രിഷ്ടുപ്പ്, ജഗതി, ഇങ്ങനെ 7 എണ്ണമാണ് ഛന്ദസ്സിൽ വരിക. അതിൽ ഗായത്രിക്ക് 24 ത്വക്കിന്, ഉഷ്ണിക്കിന് 28 അക്ഷരം, അത് രോമത്തിന്. പിന്നെ അനുഷ്ടുപ്പ് 32 അക്ഷരമാണ്, അതാണ് കൂടുതൽ കാണുക, അത് രക്തശുദ്ധിക്കാണ്. പിന്നെ ബൃഹതി 36, അത് മേധസ്. കലികാലത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് അമിതമായിട്ടുള്ള ആഹാരം. എന്നുവെച്ചാൽ വേണ്ടതിനേക്കാൾ കൂടുതൽ ആഹാരം കഴിക്കുക. അതുകൊണ്ട് ഇതിൻ്റെ ഋഷി നാരദൻ ബുദ്ധി നമുക്ക് തരികയാണ്. ബൃഹതി ഛന്ദസ്, മേധസ് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഭാഗവതം വായിക്കുന്ന ഒരാൾ അമിതമായിട്ട് ആഹാരം കഴിക്കാൻ പാടില്ല. അനുഷ്ടുപ്പ് വൃത്തത്തിൽ രചിച്ചതായിട്ട് ഈ 32 അക്ഷരമുള്ള ഈ ഭാഗവതത്തെ വായിക്കുമ്പോൾ രക്തശുദ്ധീകരണം നടക്കും. അതിൻ്റെ മൂർത്തി മനോബുദ്ധിരഹങ്കാര ചിത്തങ്ങളുടെ പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ, വാസുദേവൻ, 4 പേരും കൂടിയിട്ട് മൂർത്തികളായിട്ട് വരും. അപ്പോൾ 32 4 36 രക്തശുദ്ധി നടക്കും. ഈ അമിതമായിട്ടുള്ള മേധസ് ഇല്ലാണ്ടാവുകയും ചെയ്യും, എന്നാൽ വേണ്ടാത്ര ഉണ്ടാവുകയും ചെയ്യും. ഇതതിൻ്റെ ഒരു ഫലമാണ്. പിന്നെ 40 അത് എല്ലിൻ്റെ ഉള്ളിലത്തെ മജ്ജ, പങ്ക്തി ആണ് അതിൻ്റെ ഛന്ദസ് വരിക, 40 അക്ഷരം പങ്ക്തി. പിന്നെ ത്രിഷ്ടുപ്പ്, അത് മാംസത്തിന് ബലം ഇല്ലേക്കാം. 44 അക്ഷരമുള്ള കുറേ ശ്ലോകങ്ങളുണ്ട്. 48 അക്ഷരം ജഗതി, അതുള്ള ശ്ലോകങ്ങളുമുണ്ട്. അപ്പോൾ 44 കൊണ്ട് മാംസത്തെ രക്ഷിക്കണു. നമ്മുടെ ഈ നടത്തം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കാലിൻ്റെയും ഒക്കെ മാംസം ഈ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത, വന്നവർക്ക് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് വരാനുള്ളവർക്ക് ഇത് തടുക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമുണ്ട്. ഡോക്ടർമാരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും. ഈ ഹാർട്ടിൻ്റെ ഡോക്ടർമാരൊക്കെ പരിചയത്തിലുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. ഇങ്ങനെ കാലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒക്കെ ഈ മാംസത്തിൽ എക്സസൈസ് കൃത്യമായിട്ട് വരികയാണെങ്കിൽ ഒരു പ്രത്യേക ഗുണം, ഈ ഹാർട്ട് ബീറ്റ് അത് സംരക്ഷിക്കാൻ എന്തോന്ന് ഒരു നേരിട്ടൊരു ബന്ധമുണ്ട്. അപ്പം അത് മാംസത്തെ സംരക്ഷിക്കുന്നത് ത്രിഷ്ടുപ്പാണ്. 44 അക്ഷരമുള്ള ശ്ലോകങ്ങൾ. അതേപോലെ എല്ലിൻ്റെ ബലം കിട്ടാൻ വേണ്ടിയിട്ട് ബൃഹതി 48 അക്ഷരമുള്ള ശ്ലോകങ്ങൾ ഒക്കെ ഭാഗവതത്തിൽ തിരഞ്ഞാൽ കിട്ടും. നമ്മൾ ഓരോ ശ്ലോകത്തിൻ്റെയും വലിയ ശ്ലോകങ്ങളുടെ ആ അക്ഷരമൊക്കെ ഒന്ന് എണ്ണിയാൽ മതി. അപ്പോൾ ഈ ഛന്ദസ് ഇപ്രകാരത്തിൽ സപ്തധാതു രക്ഷ ചെയ്യണോ? ത്വക്, ചർമ്മ,
രുധിര മേധോ മജ്ജ മാംസ അസ്ഥി ധാതവ. ഇങ്ങനെയാണ്. അത് ഗായത്രി ഉഷ്ണിക്ക് അനുഷ്ടുപ്പ് ബൃഹതി പങ്ക്തി ത്രിഷ്ടുപ്പ് ജഗതി. ഇങ്ങനെ 7 ഛന്ദസ്സുകൾ. 24, 28, 32, 36, 40, 44, 48. ഇങ്ങനെ 7 നാലുകളുടെ പ്ലസ് കൂട്ടി വന്നാൽ കിട്ടും. അപ്പോൾ അതിലിവിടെ ശ്രീനാരദ മഹർഷി കണ്ടുപിടിച്ചത് ബുദ്ധി. അത് ബൃഹതി ഛന്ദസ്സിലാണ് ഭാഗവതം പറയണത്. 24 അക്ഷരത്തിലല്ല, 36 അക്ഷരത്തിലാണ്. മേധസ്സിനെ, അതായത് നമ്മുടെ ഈ ദുർമേധസ്, പലർക്കും അവിടെയും ഇവിടെയും കഴിയുമഴയൊക്കെ കാണാം. വയറിൻ്റെ അവിടെയൊക്കെ കഴിയുമഴയൊക്കെ കാണാം. അതൊക്കെ ഭാഗവതം വായിക്കുന്ന ആളുകൾക്ക് സാധാരണ വരാൻ പാടില്ല എന്നാണ്. ഞങ്ങളിപ്പോൾ ആചാര്യന്മാർക്കും കൂടി ഇത് വരുന്നുണ്ട്. എന്താ വെച്ചാൽ കൂടുതൽ കഴിച്ചിട്ടാ. ആഹാരം കൂടുതൽ കഴിക്കുകയും ചെയ്യും, എക്സസൈസ് ഒന്നും ചെയ്യൂല. എല്ലാവരും അല്ല കേട്ടോ, എന്നെ പോലുള്ളവർ അത്രയേ ഉള്ളൂ. അതിൽ നല്ലവർ ധാരാളമുണ്ട്, അവർക്ക് മേധസ്സൊന്നുമില്ല, അവർ കുറച്ചേ കഴിക്കുള്ളൂ. അതാണ്. ഏതായാലും ഭാഗവതന്മാർ ആഹാരമൊക്കെ ശ്രദ്ധിക്കണം. രക്തശുദ്ധീകരണം നടക്കും. സാത്വികമായിട്ടുള്ള ആഹാരമേ കഴിക്കാവൂ. മനസ്സും ശരീരവും വിജൃംഭണം ചെയ്യുന്നതായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഉത്തേജനം തരുന്നതായിട്ടുള്ള ആഹാരങ്ങളെ ഒഴിവാക്കണം എന്നാണ്. തമോ ഗുണങ്ങളും ഒഴിവാക്കണം. അത് ഏതൊക്കെ പദാർത്ഥങ്ങളാണെന്നുള്ളത് ഡയറ്റീഷ്യനോട് ചോദിക്കുക. ഏത് പദാർത്ഥത്തിൽ ഏതാണ് ഉള്ളത്. ഇതൊക്കെ 64 മൂലകങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് എന്ന് പറയപ്പെടുന്നു. എത്ര മൂലകങ്ങളാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല. 64 മൂലകങ്ങളിൽ വേണ്ടതൊക്കെ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും കിട്ടും എന്നതാണ്. പാലിൽ നിന്നും കാൽഷ്യം കിട്ടും എന്ന രീതിയിൽ. അപ്പോൾ പാല് വേണ്ടെന്ന് പറയണ അതൊക്കെ അല്ല, ഭാഗവതന്മാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമുക്കതിൻ്റെ ശാസ്ത്രീയ വശമൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഗായത്രി ആയിട്ടുള്ള ഈ ഓം ഭൂർഭുവസ്വ തലസവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോയോന്ന പ്രചോദയാൽ, അതുപോലെ തന്നെ മഹാഋഷികൾ പല ഗായത്രികളും ഇതിലും പറഞ്ഞിട്ടുണ്ട്. ഋഷഭദേവൻ്റെ പുത്രൻ ഭരതൻ ഗായത്രി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചിലതൊക്കെ സൂചനയായിട്ട് തന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അതിൻ്റെ വിശദീകരണം തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ ശ്രീകൃഷ്ണൻ, വിഷ്ണു, വാസുദേവൻ, അതിൽ മൂർത്തിഭാവം. അപ്പോൾ 4, 4, 16. അതിൽ 16 ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളത് ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഗം. അപ്പം അതുകൊണ്ട് ഗായത്രിയും അതും ഒരുമിച്ച് നിൽക്കണു. ബാക്കി 24, 10, 34, 12 വരിക. 24, 12, 36. അപ്പോൾ 24 പിന്നെ കൃഷ്ണനും വിഷ്ണുവും സംഘർഷനും കൂടിയാവുമ്പോൾ അവിടെ 36 എന്നുള്ള അക്ഷരം വരും. ഇതൊക്കെ ഭാഗവതത്തിൻ്റെ പുറമേ നിന്ന് കിട്ടുന്നതായിട്ടുള്ള വ്യാഖ്യാനങ്ങളുടെ വിശദീകരണങ്ങളാണ്. ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഏത് പുസ്തകത്തിൽ നിന്നാണ് എഴുതിയത് എന്ന് വെച്ചായിരുന്നു. ഇപ്പോൾ അല്ല, പണ്ട് ചെയ്തായിരുന്നില്ല. ഇപ്പോഴേ അതൊക്കെ എഴുതാൻ തുടങ്ങിയുള്ളൂ. അപ്പോൾ അത് കാരണം പ്രമാണം ഇന്നതിക്കുന്ന എന്നൊക്കെയാണ് പറയാൻ കുറച്ച് വിഷമം. പക്ഷേ ഇതൊക്കെ എല്ലാ പുസ്തകത്തിലുണ്ട്. എല്ലാ പുരാണങ്ങളിലും ഈ ഛന്ദസ്സുകളെക്കുറിച്ചും അതേപോലെ സപ്തധാതുക്കളെക്കുറിച്ചും ഒക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഋഷി ആര്, കണ്ടുപിടിച്ചതാര്, ഇതൊക്കെ പറയുന്നുണ്ട്. ഗീതാ പ്രസ് ഗോരഖ്പൂർ അവരുടെ സംസ്കൃത ലിപി മൂലം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹിന്ദി വ്യാഖ്യാനം, അതിലൊക്കെ ഇത് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രയോഗങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷിൻ്റെയിലുണ്ട്, ഹിന്ദിയിലുണ്ട്, ചിലതൊക്കെ തിരഞ്ഞെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഓതർ ആരാന്നൊക്കെ ചോദിച്ചാൽ അത് കൃത്യമായിട്ട് അറിയില്ല. ബുക്ക് സ്റ്റോളിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും വ്യാഖ്യാനം ഏതൊക്കെ രീതിയിലാണ് എന്തൊക്കെയാണ്. പിന്നെ ശ്രീധരീയത്തിൽ കുറേ ഉണ്ട്. അപ്പോൾ ഏതിൽ നിന്നൊക്കെയാണ് ഏതൊക്കെയാണ് ഞാൻ എടുത്തിറക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ ഓർമ്മയില്ല. 11 വ്യാഖ്യാനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പം അതിൽ പലതും ഞാൻ അങ്ങനെ ഈ അതാത് സന്ദർഭങ്ങളിൽ പറയും. അപ്പോൾ അത് എവിടെയാണ് പ്രമാണം എന്ന് മുഴുവനും ചോദിച്ചാൽ ഇന്ന ദിക്കില എന്ന് പറയാറില്ല. ഈ 11 ഏതോ എന്നാ, അത്രേ പറയില്ല. ഏതായാലും പറഞ്ഞു വന്നേരം സാരം ഇത്രയേ ഉള്ളൂ. ഭാഗവതത്തിൻ്റെ ആമുഖം തന്നെ ഒരുപാടുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പം ഇത് ആദ്യം
അപ്ലോഡ് ചെയ്യണു. ആ ഒരു ശ്ലോകം മാത്രമേ ഞാൻ ചൊല്ലുന്നുള്ളൂ. അതിൻ്റെ മലയാളം ഞാൻ എഴുതിയത് ഒന്ന് വായിച്ചിട്ടാണ് അത് നിർത്തണത്. അതിൻ്റെ കാരണം ഇതാണ്. ആദ്യം വന്ദനം എന്നുള്ള ഒരു ഇതാണ്. ആദ്യത്തെ ശ്ലോകത്തിൽ ഭാഗവതത്തിൻ്റെ സാരം മുഴുവൻ ഉണ്ടെന്നാ. അപ്പോൾ അത് അടുത്തേലേ ഞാൻ പറയുള്ളൂ. അന്നയും സാരമൊക്കെ അടുത്തേലേ പറയുള്ളൂ. പിന്നെ അത് പൂർണ്ണമായിട്ട് പറയാന്നുള്ളത് സാധ്യമല്ല. കുറച്ച് പറയും. ശ്രീ ഗുരുവായൂരപ്പ. ഹരിശ്രീ ഗണപതയ നമ. അവിഘ്നമസ്തു. ഗുരുഭ്യോ നമ. ഓം ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദയ ആദികവയേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സ്ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ആദ്യത്തെ ശ്ലോകം ഭാഗവത അർത്ഥം സാരം. ഞാൻ എഴുതിയത് ഒന്ന് വായിക്കാം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ പുസ്തകങ്ങളുണ്ടാവും. ജന്മമേയില്ലാത്ത ബ്രഹ്മം ജനിപ്പിച്ച ബ്രഹ്മാണ്ടവും അതിൽ താനും ശരീരിയായി ജീവാംശമായി സൃഷ്ടികാലത്തു വൃഷ്ടിയിൽ കർമ്മസ്വഭാവത്താൽ ദേഹമാറ്റങ്ങളും മായാപ്രകൃതിയിൽ സത്വരജസ്തമം ചേർത്തിട്ടു മിഥ്യയെ സത്യമെന്നാക്കിയും മോഹം ജനിപ്പിച്ചു വിജ്ഞർക്കു കൂടിയും ബ്രഹ്മം പരൻ വിഷ്ണു നിത്യനാം ശ്രീഹരി സ്വയംഭുവനാം വിധീയെ സ്വനാഭിയിൽ പത്മത്തിൽ സൃഷ്ടിച്ചനന്ത ശയനനായി തന്നെ തപം ചെയ്ത സ്രഷ്ടാവിനായേകി സൃഷ്ടിരഹസ്യവും തത്വവും ദ്രവ്യവും അന്ധക്കരണവും കാലവും കർമ്മവും കാരണം കോശം സ്വഭാവം നിയമവും സൃഷ്ടിയെ പാലിച്ചു സംഹരിച്ചു സ്വയം സാക്ഷി സ്വധാമത്തിൽ വാഴും നിയന്ത്രകൻ സാക്ഷാൽ പരംപുമാൻ ഹൃത്സ്ഥിതനെ സദാ ധ്യാനിക്കും സൂരികളവ്യയനേകനെ സ്വപ്രകാശസ്ഥിതൻ അപ്രമേയൻ ഹരേ സത്യസ്വരൂപ നമസ്കരിക്കുന്നു ഞാൻ. പിന്നെ ഗുരുവന്ദനവും ഗണപതി വന്ദനവും സരസ്വതി വന്ദനവും ഈ ശ്ലോകത്തിൽ ഗോപ്യമായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പണ്ഡിറ്റ് ഗോപാൽ നായരുടെ അന്വയം. അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാവും. വിഘ്നം വരാതെ ഹരി കഥയോതുവാൻ വിഘ്നേശ്വരനാം ഗണേശനു വന്ദനം. ജ്ഞാനത്തെ ഏകിയ ശ്രീ ഗുരുനാഥനെ കാലു പിടിച്ചു നമസ്കരിക്കുന്നു ഞാൻ. വാക്കുകൾ വേദമായി തീരുവാൻ അമ്മതൻ കാൽക്കൽ നമിച്ചു ഞാൻ ഭാവാർത്ഥമേകണേ. വേദസാരങ്ങൾ പുരാണമായോദിയ വ്യാസഗുരുവിൻ്റെ കാൽക്കൽ നമിപ്പു ഞാൻ. മാർഗത്തെ മംഗളമാക്കി രക്ഷിക്കുവാൻ ശ്രീ ശിവ പാർവതിമാരെ നമിപ്പു ഞാൻ. ആത്മജ്ഞനാകാൻ കൊതിച്ചുകൊണ്ടെപ്പോഴും ദക്ഷിണാമൂർത്തിക്കും നിത്യം നമിപ്പു ഞാൻ. ആദിത്യദേവനെ ഗായത്രി ചൊല്ലിയും മർത്യജന്മം ശുദ്ധമാക്കാൻ നമിപ്പു ഞാൻ. ഊർജവും ജ്ഞാനപ്രകാശവുമേകിയൻ ഭൂവാസം പുണ്യമായി തീരാൻ നമിപ്പു ഞാൻ. ഭൂമിയും ദ്യോവും സുരലോകവും താണ്ടി ബ്രഹ്മലയത്തിനായി ശക്തി നേടാൻ തവ തേജസ്സിനാൽ മമ ബുദ്ധിയുണർത്തണേ. ആദിത്യദേവ അതിനായി നമിപ്പു ഞാൻ. സാത്വിക കർമ്മം കൊണ്ട് ആനന്ദം നേടുവാൻ മൂന്ന് ശോകങ്ങൾ നശിക്കുവാൻ വ്യാസൻ രചിച്ചൊരീ ഭാഗവതം കേട്ടാൽ ശ്രീഹരി ഹൃത്തിൽ വസിച്ചു സുഖം തരും. നാനാവതാരവും ലീലകളും ചെയ്തു പണ്ഡിതർക്കും അർത്ഥമാകാത്ത ചെയ്തികൾ പഞ്ചഭൂതം കൊണ്ട് മായയാൽ സൃഷ്ടിച്ച 3 ലോകം ഹരി മുഗുണ ചേർച്ചയാൽ. ഏതൊരു ഭഗവാനാണോ ഇപ്രകാരത്തിൽ നമ്മെ ഭഗവാനിലേക്ക് എത്തിക്കാൻ വേണ്ടി ഭഗവാന്റെ കഥകളെ ഭാഗവതമായിട്ട് പറഞ്ഞത്, അത് ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാൻ വേദവ്യാസൻ ഗുരുവായിട്ടിരിക്കുന്നു. ആ ഗുരുവിൻ്റെ മകൻ ശ്രീശുക ബ്രഹ്മർഷി
ആദ്യമായിട്ട് ഇതിനെ പ്രയോഗിച്ചു. കേവലം ശ്രവണമാത്രം കൊണ്ട് തന്നെ മുക്തി കൊടുക്കുകയും ചെയ്തു. അതിനെ കൂടി സ്മരിച്ച് നമുക്ക് കിട്ടുന്നത് സൂതനും ശൗനകനും തമ്മിലുള്ള സംഭാഷണം നൈമിഷാരണ്യത്തിൽ വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്നും നമുക്ക് ഓർമ്മിച്ചേർന്നു. ശ്രീശുകൻ ചൊല്ലി പരീക്ഷിത് ശ്രവിച്ചൊരു നാരായണ കഥ കേട്ടാലിഹ പര ഭക്തിയും മുക്തിയും വൈരാഗ്യവും നേടി ജന്മം സഫലമാം എന്നോതി സൂതനും. അപ്പോൾ സൂത ശൗനക സംവാദത്തിൽ നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് ചോദിച്ചത് ഒരു 5-6 ചോദ്യങ്ങളാണ്. 5-6 ചോദ്യം എന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ മുഖ്യമായിട്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഇവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് സൂചന പോലെ കൊടുത്തിട്ടുണ്ട്. അധ്യായത്തിൻ്റെ ആദ്യത്തിൽ പരമശ്രേയസ് എന്താണ്, കർമ്മം എന്താണ്, വേദസാരം എന്താണ്, അവതാരം എന്തിനാണ് എടുത്തത്, ശ്രീകൃഷ്ണ ലീല മഹിമ എന്താണ്, ശ്രീകൃഷ്ണനും ബലരാമനും കൂടിയിട്ട് ചെയ്ത ലീലകളുടെ ആ വിസ്താരം ഒന്ന് കേൾക്കണം. ശ്രീകൃഷ്ണൻ മറിഞ്ഞു കഴിഞ്ഞപ്പോൾ ധർമ്മം ആരെയാണ് ആശ്രയിച്ചത്. അപ്പോൾ ആ ഒരു ഭാഗത്തെ കൂടി അങ്ങോട്ട് മൊത്തം വായിച്ച് ചോദ്യം ചോദിക്കുക എന്ന രീതിയിൽ ആമുഖത്തെ അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ ഈ ആദ്യത്തെ ഭാഗത്തിൽ ഞാൻ ചെയ്യണത്. നൈമിഷാരണ്യത്തിൽ ശൗനകൻ തൊട്ടുള്ള ബ്രാഹ്മണർ ചോദിച്ചു ചിത്തശുദ്ധിക്കിനി എന്തു ചെയ്യും കലിദോഷം തടയുവാൻ, വേദപുരാണങ്ങളേതു പഠിക്കണം, ഏതു ശാസ്ത്രം യാഗം യോഗം വ്രതം തപം ദാനം പരിചര്യ നാമപൂജാദികൾ നിഗ്രഹാനുഗ്രഹ സജ്ജന രക്ഷക ജന്മാദിലീലകൾ ശാസ്ത്രോപദേശവും ഏതൊന്നു കേട്ടാൽ സ്വതന്ത്രനായി സ്വസ്ഥനായി സന്തുഷ്ടരായി ജനം മാറും മുമുക്ഷുവായി അക്കഥയെല്ലാം വിശദമായി ചൊല്ലണേ ഗൂഢരഹസ്യവും സൂതാഹിതം കരാ. മാനവർ തേടും പരമമാം ശ്രേയസ്സും ആചാരം കർമ്മം അനുഷ്ഠാനം സേവയും ഗ്രന്ഥസമുച്ചയ സാരവും മേന്മയും ജന്മരഹസ്യം അവതാര ലക്ഷ്യവും ശ്രീരാമ ശ്രീകൃഷ്ണ നന്ദജാ ജന്മവും സംഘർഷണ രുദ്ര ലീലകളൊക്കെയും സംസാരം താണ്ടുവാൻ ഭാഗവതം തന്നിൽ ശ്രീകൃഷ്ണൻ വാങ്മയിയായി ലയിച്ചതും ധർമ്മം പിന്നെന്തിനെ ആശ്രയിച്ചെന്നതും ആയുസ്യൻ നഷ്ടവും ബുദ്ധി കുറഞ്ഞതും ആലസ്യവും കർമ്മവാസനാനാശവും തീരാൻ ഹരികഥ ഓതണേ സദ്ഗുരോ. ഇങ്ങനെ ഒന്നാമത്തെ അധ്യായത്തിൽ ആ അധ്യായത്തിൻ്റെ ഒരു സാരം എന്ന നിലയ്ക്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഭക്തിജ്ഞാന വൈരാഗ്യം ഉണ്ടാവാനാണ് ഭാഗവതം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഭഗവാനെ എങ്ങനെയൊക്കെ ആശ്രയിച്ചാലാണ് നമുക്ക് കിട്ടുക, ഭാഗവതം എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറുക, ഇതാണ് ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. ക്രമേണയായിട്ട് ഈ സംവാദത്തിലൂടെ ഇപ്പോൾ നമ്മൾ ഒരു അധ്യായം വായിക്കണം, അല്ലെങ്കിൽ എത്ര ശ്ലോകാച്ച അത്രയും ശ്ലോകം വായിക്കണം, ഒപ്പം അതിൻ്റെ അർത്ഥത്തെ നമ്മൾ വായിക്കണം. അർത്ഥം വായിക്കുമ്പോൾ അതിൽ ചില ചോദ്യങ്ങൾ സ്വയമേവ ചോദിക്കണം. ഇങ്ങനെ ചോദിച്ചാലേ നമുക്ക് ഭാഗവതം കിട്ടുള്ളൂ. നമ്മുടെ അന്ധകരണം എന്നുള്ളത് നമുക്ക് മനനം ചെയ്യാനുള്ളതാണ്. ആ മനനം ചെയ്യാനുള്ള, ചോദ്യം ചോദിക്കാനുള്ള അറിവ് നമുക്കുണ്ടാവില്ല. അപ്പോൾ എന്ത് വേണം? ഒരേ കാര്യം തന്നെ കൂടുതൽ തവണ കേൾക്കണം. ഒരു തവണ കേൾക്കാൻ പോലും ക്ഷമ കാണിക്കാത്തവരാണ് പ്രത്യേകിച്ച് മലയാളികൾ. അതേപോലെ തന്നെ ഇന്നത്തെ ഒരു ഹറിബറി, അപ്പോൾ ക്യാപ്സ്യൂള് പോലെ അങ്ങോട്ട് കിട്ടണം, എന്നാലേ അത് കേൾക്കൂ. അതേപോലെ ഞാൻ ആഗ്രഹിക്കുന്നത് കിട്ടണം. ഇതൊക്കെ നമ്മുടെ ഒരു വീക്ക്നെസ് ആണ്. നാം ആഗ്രഹിക്കുന്നതല്ല ഭാഗവതത്തിലുള്ളത്. നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഭാഗവതത്തിൽ ചേർത്തതിനെ നാം എടുക്കുകയാണ് വേണ്ടത്. അപ്പോഴേ ഭാഗവതനാവുള്ളൂ. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഭാഗവതത്തിനെ വളച്ചൊടിക്കാൻ പാടില്ല, ഭാഗവതത്തിനെ കേൾക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ലക്ഷ്യം പഴയ്ക്കും.
ശുശ്രൂഷുവായി ജീവിച്ച് മുമുക്ഷുവായിട്ട് ടിൽ ദ എൻഡ്, അതായത് 100 വർഷം വരെയാണ് ജീവിക്കേണ്ടത്, അതുവരെ ജീവിക്കണം എന്നാ. അപ്പോൾ നമുക്കെന്താ വേണ്ടത്? ഈ ശുശ്രൂഷാഭാവത്തെ നിലനിർത്തി പോകണം. അതേപോലെ മുമുക്ഷുവായിട്ട് ജീവിക്കണം. മോക്തും ഇച്ഛ മുമുക്ഷ അതാണ്. എന്നിട്ടോ മുക്തി എങ്ങനെയാണ് കിട്ടേണ്ടത്? ദർശനാത് യസ്യ സാലോക്യം സാമീപ്യം സ്പർശനാത് തഥാ സാരൂപ്യം ജ്ഞാനതോയാദി സായുജ്യം നിവാസത കേട്ടോ, നിവാരതയല്ല കേട്ടോ, നിവാസത. അപ്പോൾ നമുക്കത് അവിടേക്ക് എത്തണം. ഭഗവാന്റെ ലോകത്തിലേക്ക് ഭഗവാന്റെ രൂപത്തോട് കൂടിയിട്ട് എത്താൻ പറ്റും. അവിടെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ സാലോക്യായി. ഭഗവാന്റെ സാമീപ്യം കിട്ടണമെങ്കിൽ ഗരുഡനെ പോലെയോ ലക്ഷ്മിയെ പോലെയോ തുളസിയെ പോലെയോ ഭൂമിയെ പോലെയോ അനന്തനെ പോലെയോ ഒക്കെ വേണം. അതത്ര എളുപ്പമല്ല. അതേപോലെ ലയിക്കുക. അപ്പോൾ ഈ ഒരു ഭാവത്തിൽ എത്തണമെങ്കിൽ നമുക്ക് ഇതിലുള്ള പ്രത്യക്ഷ കൃഷ്ണ ഏവഹിയായിട്ടുള്ള ഭഗവാനെ കിട്ടുക തന്നെ വേണം. ഇതിലൊരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. ചന്ദ്രോ യഥാ ഏകഃ ബഹവ ചകോരാഹ. ചകോരങ്ങൾ അത് ധാരാളമുണ്ട്. ചകോരങ്ങൾ ധാരാളമുണ്ട്. ചന്ദ്രൻ ഒന്നേ ഉള്ളൂ. സൂര്യോ യഥാ ഏക ബഹവോ ദൃശസ്യു. സൂര്യൻ ഒന്നേ ഉള്ളൂ, എല്ലാവരും സൂര്യനെ കാണുന്നുണ്ട്. ശ്രീകൃഷ്ണചന്ദ്ര ഭഗവാൻ തഥാ ഏക. ശ്രീകൃഷ്ണൻ ഒരാളേ ഉള്ളൂ. ഭക്ത ഭഗിന്യോ ബഹവോ വയം ച. ഭക്തന്മാർ വളരെ കൂടുതലാണ്. സഹോദരിമാരായിട്ടും പത്നിമാരായിട്ട് ഭഗവാന്റെ പത്നിമാർ നമ്മൾ കൂട്ടിയേ പറ്റില്ല. അതേപോലെ നമ്മളെ പോലെയുള്ള ഈ ആശ്രിതന്മാരായിട്ടുള്ള ഓരോരുത്തരും, ഭക്തിയുള്ളവരും ഭക്തി ഇല്ലാത്തവരുമുണ്ട്. അവരെല്ലാവരും കൂടിയാൽ ഒത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അവിടേക്ക് എത്താറാവണം നമുക്ക്. ചെമ്പോത്താണ് ഈ ചകോരം. നമ്മൾ കാണാറില്ലേ ചെമ്പോത്ത്? നീലക്കൊടുവേലി ഒക്കെ കൊണ്ടാനുള്ള കഴിവുണ്ട്. അങ്ങനെ എന്തൊക്കെയോ ചില പ്രത്യേക ഒരു ഭാവമാണ് ചെമ്പോത്തിന്. ഏതായാലും ചകോരം. അപ്പോൾ കൃഷ്ണൻ ഒന്നേ ഉള്ളൂ. കൃഷ്ണനെ കാണാൻ ഏറ്റവും എളുപ്പമായിട്ട് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഈ എല്ലാറ്റിലും ഞാനുണ്ട് എന്നാ കണക്കായിക്കോളൂ. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളിലും മായയിലും മഹത്തിലും അഹം എന്നുള്ള തത്വത്തിലും സൂത്രാത്മാവായിട്ട് ഞാനുണ്ട്. സൂത്രാത്മാവിനെയും കണ്ടോളൂ. ഇതാണ് ഭാഗവതം. നമുക്ക് അവിടേക്ക് എത്താം. അത് വിരാട് രൂപത്തിൻ്റെ ഒരു തത്വമാണ്, 9 തത്വം. അപ്പോൾ നമുക്ക് അവിടേക്ക് എത്താം. വെറും തേജോവാരി മൃതാം ആണ് ഇത് ഉണ്ടാക്കിയത്. ഏത്? അതിൽ ഭഗവാൻ ഈ വായുവിനെയും ആകാശത്തിനെയും ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കതിലേക്ക് കടക്കാം. അത് അടുത്ത എപ്പിസോഡിൽ പറയാം. ഇതിപ്പോൾ ഭാഗവതത്തിൻ്റെ 1ാമത്തെ ആമുഖം നമുക്ക് കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ നാരായണ.